കടൽക്കലിയിൽ കണ്ണീരിലാണ്ട തീരദേശ ജനതയ്ക്ക് ആശ്വാസം പകർന്ന കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ. കടലാക്രമണത്തിൽ വീടുകൾ തകർന്ന കൊല്ലം മുണ്ടയ്ക്കൽ തീരത്താണ് കൃഷ്ണകുമാർ സന്ദർശനം നടത്തിയത്. കേന്ദ്ര ഫിഷറീസ് മന്ത്രിയെ ലൈവ് ടെലികാസ്റ്റിൽ കൊണ്ടുവന്ന പ്രദേശത്തെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും കൃഷ്ണകുമാർ മത്സ്യത്തൊഴിലാളികൾക്ക് ഉറപ്പു നൽകി. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത ചേർന്നുണ്ട്. പ്രജിത്ത, ഒരുപക്ഷെ ഇത്തരത്തിലൊരു അടിയന്തരമായ ഒരു സാഹചര്യത്തിൽ പോലും സർക്കാരിൽ നിന്ന് യാതൊരു തിരിഞ്ഞു നോട്ടവും അല്ലെങ്കിൽ കൃത്യമായൊരു സഹായം പോലും ഉണ്ടാകാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയെങ്കിൽ ശക്തമായൊരു പ്രതിഷേധം തന്നെയല്ലേ വരും ദിവസങ്ങളിലും ഉണ്ടാവുക? വിഷ്ണു, ഇതുമായി ബന്ധപ്പെട്ട് അല്പം മുമ്പ് കളക്ടറുടെ ഓഫീസിൽ ഒരു ചർച്ച നടന്നിരുന്നു. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ജനപ്രതിനിധികളും അടക്കമുള്ളവർ പിന്നെ കളക്ടർ എല്ലാം കൂടെ ചേർന്നൊരു ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയിലും കാര്യമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം സമരം അവസാനിപ്പിക്കാൻ ഇവർ തീരുമാനിക്കുന്നില്ല, സമരം നീട്ടിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ നേരത്തെ വാഹനങ്ങൾ തടഞ്ഞിട്ടിരുന്ന ഭാഗത്ത് നിന്നും കുറച്ചുകൂടി നഗരത്തിലേക്ക് നീങ്ങുന്ന അല്ലെങ്കിൽ ഒരു 1-2 റോഡുകളിൽ കൂടുതൽ ഉപരോധിക്കാനൊക്കെയുള്ളൊരു തീരുമാനത്തിലേക്കാണ് ഇവിടെ ഈ മത്സ്യത്തൊഴിലാളികളും ഈ തീരദേശത്ത് താമസിക്കുന്നവരുമൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഒന്ന്, നഷ്ടമായ വീടുകൾക്ക് അടിയന്തരമായ ധനസഹായം നൽകണമെന്നും ഈ പറഞ്ഞൊരു ശാശ്വതമായ പരിഹാരം ഉറപ്പുവരുത്തണമെന്നുള്ളതാണ്. ഈ യോഗത്തിലാകട്ടെ ഈ പുലിമുട്ട് നിർവഹിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ 3 ദിവസത്തിനകം തീരുമാനമെടുക്കാം എന്നുള്ളൊരു മറുപടി മാത്രമാണ് അവർക്ക് ലഭിച്ചത്. അതോടെ ഈ തകർന്ന വീടുകൾക്കടക്കമുള്ള സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി ഒന്നും അവിടെ ഒരു കൃത്യമായ ഒരു ഉത്തരവോ അല്ലെങ്കിൽ ഒരു ഉറപ്പോ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവർ സമരമൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പം എങ്ങനെയാവുമ്പോൾ സമരമായിട്ട് പോകണോ? ഞങ്ങൾ സമരമായിട്ട് പോയി സാറേ. ഞങ്ങൾക്ക് പുളിമുട്ടിടണം, പിന്നെ പോയവർക്ക് വീട് അവർക്ക് അതിൻ്റെ സാമ്പത്തികമായി അവരെ സഹായിക്കണം. പോകാനിരിക്കുന്ന വീടുകളാണ് ഞങ്ങളുടെ വീടുകളല്ല. ഞങ്ങൾക്ക് ജീവനെ പേടിയുണ്ട്. ജാതി ഭേദമില്ലാതെ ഞങ്ങൾ ഈ നാട്ടുകാർ മൊത്തം സമരം എടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇന്ന് അവരുടെ വീട് കഴിഞ്ഞാൽ നാളെ ഞങ്ങളുടെ വീട് പോകാറായിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് സമരം തന്നെ. ഞങ്ങൾ ഈ പുളിമുട്ടിടണം, വീട് പോയവർക്ക് അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കണം. 10 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞവർക്ക് ആ പൈസ പോലും കൊടുക്കാതെ നടക്കുന്നത്. ഇതെന്തൊരു ഗവൺമെൻറ്റാണ് സാറേ? പൈസയെ പറ്റി പറയുന്നില്ല. ഈ യോഗത്തിൽ പൈസ ആവശ്യം ഉയർത്തിയപ്പോൾ എന്താ പറഞ്ഞത്? അവർ പറയുന്നത് ഇപ്പൊ പൈസ ഇല്ല, ഫണ്ടില് പൈസ ഇല്ല, പൈസ തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് 10 ലക്ഷം ഇപ്പോൾ തരാൻ പറ്റത്തില്ല പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ മുട്ടിട്ട് തരാന്നാ പറഞ്ഞത്. മുട്ടിട്ട് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം കയറത്തേ ഉള്ളൂ, വീടുകൾ പോത്തേ ഉള്ളൂ. അല്ല, നമ്മളെ ഈ വീട് നഷ്ടപ്പെട്ടതിന് പരിഹാരം ഒന്നും ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം വീട് നഷ്ടപ്പെട്ടവർക്ക് എന്താ ഒന്നും സഹായിക്കാന്ന ഒരു മീറ്റിംഗിൽ ഇപ്പൊ പറഞ്ഞു. 2 മണിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മുഖ്യ കളക്ടർമാരും എല്ലാം ഇവിടെ ചേർന്നുള്ള ഞങ്ങളിവിടുത്തെ 10 ഗ്രൂപ്പുകാരെല്ലാം കൂടെ ചേർന്ന് ചെന്ന് മീറ്റിംഗ് കൂടിയപ്പോൾ പറയുന്നത് അവരതിൽ ഫണ്ടിൽ പൈസ ഇല്ല, അതിലൊന്നും തരാൻ പറ്റത്തില്ല. ഇപ്പം അതൊന്നും നടക്കുന്ന കാര്യമല്ല, അവർക്ക് മുട്ടിട്ട് തരാമെന്ന്. നീ മുട്ട് അതുകൊണ്ട് നമ്മളെ ഈ സമരം പിൻവലിക്കണമെന്നാണ് പറയുന്നത്. 3 ദിവസം വരെ പിൻവലിക്കണം. അത് പിൻവലിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ എങ്ങോട്ടാ സമരം മാറ്റാൻ പോകുന്നത്? കൊച്ചുനിലാമൂടില്ലേ, അങ്ങോട്ട് ഐവർ റോഡൊക്കെ ഇല്ലേ, അവിടെ ഭാഗത്തോട്ട് മാറ്റുക. വേറെ ഉപരോധിക്കുന്നു. അപ്പോ വിഷ്ണു, സമരം അവർ കൂടുതൽ ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും അംഗീകരിക്കപ്പെടുന്നില്ല. ഒരു അനുതാപപൂർണമായ നടപടി ഈ പറഞ്ഞ രീതിയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ ശക്തമായ സമരവുമായി അവർ മുന്നോട്ട് പോകുന്നു. അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആ സമരം വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമം, അതോടൊപ്പം തന്നെ റോഡുകൾ കൂടുതലായി ഉപരോധിക്കാനുള്ള ഒരു ശ്രമം എല്ലാം അവർ നടത്തുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. കാരണം രാവിലെ മുതൽ ഇവിടെ തടഞ്ഞിട്ടിരുന്ന ബസ്സുകളടക്കമുള്ളത് ഇപ്പോഴും അവിടെ തന്നെ തടഞ്ഞിട്ടുണ്ട്. ആളുകൾ ഒരു തരത്തിലും അതൊന്നും വിട്ടുകൊടുക്കാൻ പോലും തയ്യാറായിട്ടില്ല. എന്തായാലും ഈ റോഡിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. അത് ഇവിടുത്തെ ഈ നാട്ടുകാർ തന്നെയാണ് ഈ റോഡ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ സമരം മാറ്റാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു നീക്കം അവർ നടത്തുന്നത്. കാരണം ഇവിടെ തങ്ങളുടെ ഭാഗം മാത്രമാണ്, ഇവിടെ ഗതാഗതം തടസ്സപ്പെട്ടാലും തങ്ങൾക്കാണ് പ്രധാനമായും പ്രശ്നമുണ്ടാകുക. അപ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകണമെങ്കിൽ അത് കൂടുതൽ മറ്റു സ്ഥലങ്ങളിലേക്ക് സമരം വ്യാപിപ്പിക്കണം എന്നൊരു നയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് അവർ പോവുകയായിരുന്നു. രാവിലെ മുതൽ തുടർന്ന് നിന്ന ശക്തമായ സമരം, റോഡിൽ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഒരു വെയിലത്ത് ഈ വേനൽ ചൂടിൽ ഇവിടെ കുത്തിയിരുന്നു കൊണ്ടാണ് അവർ ഈ സമരം നടത്തുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഈ സമരത്തിൻ്റെ ഭാഗഭാക്കായിരുന്നുണ്ട്. ആ സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഒരു ശാശ്വതമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ. ചേച്ചി, നമ്മുടെ ഇത് ഇരവിപുരം മണ്ഡലം അല്ലേ? അതല്ല, ഏത് നിയമസഭാ മണ്ഡലമാണ്? നമ്മുടെ ഇരവിപുരം അല്ലേ? ഓക്കെ. അപ്പോൾ കൂടുതൽ
ആളുകളൊക്കെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് പോയിരുന്നു. പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് BJPയുടെ NDAയുടെ കാൻഡിഡേറ്റായ കൃഷ്ണകുമാർ, ഇവിടുത്തെ നിലവിലത്തെ MP ആയിട്ടുള്ള NK പ്രേമചന്ദ്രൻ തുടങ്ങിയ ആളുകളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. പക്ഷേ അവർ വന്നു. അവർ ഈ കൃഷ്ണകുമാറൊക്കെ ഈ മത്സ്യത്തൊഴിലാളികളുമായി ഇടപഴകിയതും സംസാരിച്ചതും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അവരുടെ ആവശ്യങ്ങളെല്ലാം കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം. പറ്റുമെങ്കിൽ നാളെ തന്നെ ഈ വിഷയം കേന്ദ്രമന്ത്രിയുമായി നേരിട്ട് ഒരു വീഡിയോ കോളിൽ ഇവിടെ ഈ പറയുന്ന പ്രദേശത്തെ ജനങ്ങളുമായി സംവദിപ്പിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ് കൃഷ്ണകുമാർ പറഞ്ഞിരിക്കുന്നത്. NK പ്രേമചന്ദ്രൻ അടക്കമുള്ളവർ വന്നിരുന്നു. NK പ്രേമചന്ദ്രൻ പറഞ്ഞ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ട സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ അതിന് തയ്യാറാകുന്നില്ല എന്നൊരു വിമർശനം NK പ്രേമചന്ദ്രൻ്റെ ഭാഗത്തുണ്ടായി. പ്രത്യേകിച്ച് ഈ ഭാഗത്ത് ഈ പുനർഗേഹ പദ്ധതി അടക്കമുള്ള പദ്ധതികളുടെ മാറ്റി താമസിക്കപ്പെടാൻ താല്പര്യം കാണിച്ചവർക്ക് പോലും നൽകാമെന്ന് പറഞ്ഞ തുകയുടെ 1% പോലും കിട്ടാത്തവരുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഈ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവർക്കായി പ്രഖ്യാപിച്ച പദ്ധതികളുടെ പോരായ്മകളുണ്ട്, അതിൻ്റെ നടത്തിപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വ്യാപകമായ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതാണ് ഇത്തരം ഒരു സമരത്തിലേക്ക് പോയത്. എന്തായാലും കൂടുതൽ സമരം ഇനി വരും ദിവസങ്ങളിൽ ശക്തമാക്കും. അത് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമാനമായ രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പ്രജിത്ത്, നേരത്തെ ആ വീട്ടമ്മമാർ പ്രതികരിച്ചതുപോലെ അവർ ആവശ്യപ്പെട്ട അടിയന്തര ധനസഹായം പോലും സർക്കാരിന് നൽകാൻ കഴിയുന്നില്ല. എന്നിരുന്നാൽ കൂടിയും ഒരുപക്ഷെ നമുക്കറിയാം ഈ ശക്തമായ തിരമാലകൾ ആഞ്ഞടിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യത്തിൽ അവശ്യ സാധനങ്ങളെങ്കിലും ജനങ്ങൾക്ക് എത്തിക്കാനുള്ളൊരു നടപടികൾ അവിടെ ഉണ്ടാകുന്നുണ്ടോ? ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്ന് വൈകുന്നേരമാകുന്നു. ഇനി വൈകുന്നേരമാകുമ്പോൾ കൂടുതൽ ശക്തമായ തിരകൾ എന്തായാലും ഉണ്ടാകും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. അപ്പോൾ ഈ പറയുന്ന നിലവിൽ വീട് നഷ്ടപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിനടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൂടുതൽ തിരയടിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്, കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ എങ്ങനെ പരിഹാരം കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഈ വേലിയേറ്റമൊക്കെ കൂടാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. ചേട്ടാ, ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേ വീണ്ടും തിരയടിച്ച് കയറൂലേ? വൈകുന്നേരത്ത് തിര കൂടുതലാകുമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം തിര ഇങ്ങനെ ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഉള്ള വീടുകൾ കൂടെ നഷ്ടം പോകും. ഇനിയും വീടുകൾ അടിഭാഗം തിരയടിച്ചിട്ട് പോകാനായിട്ട് നിൽക്കുക. വലിയ വീടുകളൊക്കെയാണ്, ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ ആയിട്ടാണ്. ഇനിയും വീടുകൾ നഷ്ടം ഉണ്ടാവും. എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അധികൃതരെത്തി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും വന്ന് നോക്കിയിട്ടുണ്ട്. അവർ ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമായിരിക്കാം. അവർ ഞങ്ങൾക്ക് ഇതുവരായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമായിരിക്കാം. മുന്നോട്ട് പോവാണ്, ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. 3 ദിവസം വരെ സമയം കൊടുക്കുക, ഇത് ചർച്ചയ്ക്ക് വെച്ചിട്ട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും നാളെ മുതൽ അവിടെ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിൽ ആ റോഡ് ബ്ലോക്ക് ചെയ്യുക. അതെ, ആ വീട് നിങ്ങൾ വന്ന് കണ്ടാൽ നിങ്ങൾ സഹിക്കില്ല. കണ്ടായിരുന്നോ? മുമ്പ് കണ്ടല്ലേ, ഇപ്പൊ കണ്ടോ? അടിവശമല്ല, വീട് മറിഞ്ഞ്, കോൺക്രീറ്റ് വീട് മറിഞ്ഞ് കടലിൽ കിടക്കുന്നത് നിങ്ങൾ കണ്ടെങ്കിലോ? കണ്ടായിരുന്നോ? അത് തന്നെ, സമരമായിട്ട് നമ്മൾ മുന്നിൽ പോവുക. അടിയന്തരമായി നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകാത്ത തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് വൈകുന്നേരം തിര കൂടുതൽ ശക്തമായുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവർ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് പല വീടുകളുടെയും ഭിത്തിയോട് ചേർന്ന് അല്ലെങ്കിൽ അതിൻ്റെ അടിവാരത്തോട് ചേർന്ന് വരെ തിരകൾ അടിച്ചു കയറുന്ന സാഹചര്യം ഇപ്പോൾ തന്നെയുണ്ട്. അപ്പോൾ വൈകുന്നേരം കൂടുതൽ തിര കൂടുതൽ ശക്തമാവുകയാണെങ്കിൽ, ഈ കള്ളക്കടൽ എന്ന് പറഞ്ഞ പ്രതിഭാസത്തിന് അത് കൂടുതൽ ശക്തി കൈവരികയാണെങ്കിൽ കൂടുതൽ വീടുകൾക്ക് തകരാറുണ്ടാകാം, കൂടുതൽ വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ പേർ ഈ പറഞ്ഞ രീതിയിൽ സ്വന്തം വീടില്ലാതെ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ടാകും. അവരെയൊക്കെ പുനരധിവസിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് ഒരു നയം, അല്ലെങ്കിൽ ഇത്രയധികം പ്രക്ഷോഭത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ അജിറ്റേറ്റഡായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരു ആശ്വാസം ഉണ്ടാകുന്ന ഒരു നടപടി അല്ലെങ്കിൽ ഒരു ഇടപെടൽ, ഒരു മുൻകരുതൽ, അങ്ങനെയുള്ള ഒരു കാര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. അതൊക്കെ വലിയ വീഴ്ചകൾ തന്നെയാണ്. കാര്യത്തിലൊക്കെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ജനങ്ങളുടെ രോക്ഷം അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഷേധം പയന്നുകൊണ്ടാകാം അത്തരം സംവിധാനങ്ങളൊന്നും അല്ലെങ്കിൽ അധികം ആളുകൾ ഇവിടെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കളക്ടർ അടക്കമുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുത്തെങ്കിലും 3 ദിവസം തരണം എന്നുള്ളൊരു മറുപടി മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. 3 ദിവസം കഴിഞ്ഞ ശേഷം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതും ഈ പറഞ്ഞ രീതിയിലുള്ള മായിട്ടുള്ള ഈ സഹായം അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പ്രതികരണവും ഈ ഉദ്യോഗസ്ഥരുടെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലാതെയുള്ള മൊത്തത്തിലുള്ള ഈ വിഷയത്തിൽ ഒരു വലിയ പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ മുണ്ടക്കൽ നിവാസികളുടെ ദുരിതം തുടരുകയാണ്. ആ ദുരിതം ഇന്ന് കൂടുതൽ ശക്തമാകും അല്ലെങ്കിൽ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അങ്ങനെ ഒരു ദുരന്തങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമാണ് നിലവിൽ ചെയ്യാൻ കഴിയുന്നത്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുമില്ല. വ്യക്തമാണ്. കൊല്ലത്തും തീരദേശവാസികൾ ആശങ്കയിൽ തന്നെയാണ്. പ്രജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.